നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഇതാണ് സ്റ്റാർബക്സ് എന്ന് പറയുന്നത്. പക്ഷേ കേട്ടിട്ടുണ്ടെങ്കിലും അധികം ആരും പോകാത്തൊരു ഇടം കൂടെ ആയിരിക്കും അത്. കാരണം കേരളത്തിൽ തന്നെ എൻ്റെ അറിവിൽ തിരുവനന്തപുരത്താണ് സ്റ്റാർബക്സ് ആകെ ഉള്ളത്. അപ്പം ഞാനൊരു തവണ ഈ ചെന്നൈയിൽ സ്റ്റാർബക്സിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർബക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം മെയിനായിട്ടുള്ളത് കോഫിയാണ്. അപ്പം ഞാനന്ന് ഓർഡർ ചെയ്തത് കോപ്പി ലുക്ക് വാക്ക് എന്ന് പറഞ്ഞൊരു കോഫിയായിരുന്നു. അപ്പോൾ അന്നത്തെ ആ കോഫിയുടെ റേറ്റ് എന്ന് പറയുന്നത് 750, അതും വളരെ കുറവായിരുന്നു. അപ്പം അന്ന് 750 പക്ഷേ ഇത് നടക്കുന്ന 4 വർഷം മുമ്പാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പം അവർ കോഫിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അവർ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1600 സംതിങ് അത്രയും റേറ്റ് ഇപ്പോൾ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഞാൻ അന്ന് ഒരു കോഫി ഷേക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ടോട്ടലി ബില്ല് വന്നപ്പോഴത്തേന് ഒരാൾക്ക് തന്നെ 2000 സംതിങ് റേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഫാമിലിയുടെ കൂടെ ആയിരുന്നു പോയത്. അപ്പം എന്താണേലും ഞങ്ങൾ 11 ആയപ്പോൾ ചെന്നിട്ട് ഒരു 4 ആ ടൈം വരെ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട്. അപ്പം നമുക്ക് സ്റ്റാർബക്സിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്താൽ അവർ ഇറക്കി വിടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അവിടെ കയറുമ്പോൾ നമ്മൾ കൈ വാഷ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ സൈഡിൽ തന്നെ സ്റ്റാർബക്സിൻ്റെ തന്നെ സൈഡിൽ തന്നെ കയറി വരുമ്പോഴത്തേക്കിനും അവർ കാപ്പിക്കുരു വറുത്തത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എത്ര വേണേലും കഴിക്കാനും അവിടെ പറ്റും. അപ്പോൾ അത് അവർ വെക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാപ്പിക്കുരു നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും നമ്മൾ വേറെ ഏതെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ റിയൽ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അവർ മെയിനായിട്ട് ഈ കാപ്പിക്കുരു ഇങ്ങനെ വരുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റ് ചെയ്യുക, അങ്ങനെ കഴിക്കുക, ആ റിയൽ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് അവർ വെക്കുന്നത്. സ്റ്റാർബക്സിൻ്റെ റിയൽ ടേസ്റ്റ് അറിയാൻ വേണ്ടി, കാരണം മറ്റൊരിടത്തും നമ്മൾ അങ്ങനെ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല. അപ്പം അവരുടെ സ്റ്റാർബക്സിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഈ കാപ്പിക്കുരു ഇങ്ങനെ വെക്കുന്നത്. ഞാനന്ന് ആദ്യമായിട്ടാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഇവിടെ സ്റ്റാർബക്സിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുന്ന് ഞാൻ ആ കോഫി കുടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എന്താണല്ലോ അതിനകത്തുണ്ട്. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റിലെ കോഫി തന്നെയായിരുന്നു. ഇതുവരെ ലൈഫിൽ കുടിച്ചതിൽ വെച്ചിട്ടും ഏറ്റവും നല്ലൊരു കോഫിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ വീണ്ടും കുടിക്കണമെന്നും ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ കോഫി ബീൻസും കൂടെ വാങ്ങിച്ചു. അപ്പോൾ അത് ഒരു കാക്കിലൂടെ ഇതിന് 6500 രൂപയായിരുന്നു അന്നത്തെ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് വീട്ടിൽ വന്നിട്ടാണെങ്കിലും അത് വന്നപ്പോൾ തന്നെ ഞാനത് നമ്മൾ പണ്ടൊക്കെ അമ്മൂമ്മമാരിങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഇടിക്കുക, എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നോർമൽ പാലിനകത്തിട്ട് കോഫി ഉണ്ടാക്കി കുടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കോപ്പി ലുക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ കോഫിയുടെ ആ പേര് വരാൻ തന്നെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ജീവി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ കോപ്പി ലുക്ക് വാക്ക് എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. അപ്പോൾ അതിന് അവർ മെയിനായിട്ട് കൊടുക്കുന്നത് ഈ കോപ്പിയുടെ ബീൻസും അതുപോലെ തന്നെ ചെറീസും ഒക്കെയാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കാഷ്ടത്തിൽ നിന്നാണ് മെയിനായിട്ടും കോപ്പി ലുക്ക് വാക്ക് എന്ന് പറഞ്ഞാൽ കോഫി ഉണ്ടാക്കുന്നത്. ആ ജീവി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അണ്ണാനൊക്കെ പോലെ ഏകദേശം ഇരിക്കും, പക്ഷേ അതിനേക്കാളും വലിപ്പം കൂടുതലായിരിക്കും. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അവർ കൊണ്ടുവന്നിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മളൊക്കെ വിചാരം എന്ന് പറയുന്നത് സ്റ്റാർബക്സ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കമ്പനിയാണെന്നൊക്കെയാണ്. പക്ഷേ അത് ശരിക്കും നമ്മുടെ രത്തൻ ടാറ്റയുടെ തന്നെ കമ്പനിയാണ് സ്റ്റാർബക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പ്രീമിയർ ഒക്കെ ആയിട്ടാണ് ഈ കമ്പനി തുടങ്ങിയത്. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഐ ക്വാളിറ്റി മെയിനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഐ ക്വാളിറ്റി നമ്മൾ ഓട്ടോമാറ്റിക്കലി നല്ലതാക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വിലയും കൂടും. ഇപ്പോൾ നമ്മൾ സപ്ലൈ അറിയാം, ഡിമാൻഡ് കൂടുമ്പം വിലയും ഓട്ടോമാറ്റിക്കലി കൂടും. അപ്പം ഇവർ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന പണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇവർ ഈ കമ്പനി തുടങ്ങിയത് തന്നെ. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് എന്താണെങ്കിലും ഇത്രയും വില കൊടുത്തൊന്നും വാങ്ങാൻ കഴിയില്ല. അപ്പോൾ പണക്കാരായിട്ടുള്ള ആളുകളുടെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ മെയിനായിട്ട് ഈ കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അപ്പം കൂടുതൽ ആൾക്കാർ ഇപ്പം അവരുടെ സ്റ്റാറ്റസ് കാണിക്കാനും ഒക്കെ സ്റ്റാർബക്സ് അങ്ങനെ ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെന്നൈ തന്നെ ഇപ്പോൾ ആൾക്കാർ ജോലിക്ക് പോകുന്നതിന് മുമ്പൊക്കെ സ്റ്റാർബക്സിൻ്റെ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് പോകും. കാരണം നമ്മളങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് അവിടെ ഉയരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെയൊക്കെ തരത്തിൽ അപ്പോൾ ഐ ക്വാളിറ്റിയാണ് ഇവർ മെയിനായിട്ട് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ഇതിന് വിലയും കൂടിയത്. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ കോഫി ഓർഡർ ചെയ്തപ്പോൾ അവരെൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പേര് അവർ കറക്റ്റായിട്ടുള്ള പേരിലല്ല അവർ എഴുതുന്നത്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പം അവർ തെറ്റിച്ചായിരിക്കും, ഇപ്പം പേര് പറയുമ്പോൾ അവർ തെറ്റിച്ചായിരിക്കും ആ പേര് എഴുതുന്നത്. ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും ആ പേര് എന്നിട്ട് തെറ്റിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റാർബക്സ് എൻ്റെ പേര് തെറ്റിച്ചെന്ന് പറഞ്ഞിട്ട് സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളൊക്കെ ഇടും. അപ്പം കൂടുതൽ ആൾക്കാരെ ഫോക്കസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവർ ഇതിലൂടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതൽ ആൾക്കാർ ഇതിനെക്കുറിച്ച് അറിയും. ഇപ്പോൾ ഇത്രയും വലിയ കമ്പനി ആയിട്ട് പോലും അവർ പേര് തെറ്റിച്ചാണ് എഴുതുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണത്. ഇപ്പം ഞാൻ തന്നെ കയറിയപ്പോഴത്തേനും ഇവിടെ സ്റ്റാർബക്സിൽ കയറി നമ്മൾ ബാക്കി റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ അറിയിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് വില എന്താണെങ്കിലും ഓട്ടോമാറ്റിക്കലി വരും.
പിന്നെ മറ്റൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർബക്സിൽ അവിടുത്തെ സ്റ്റാഫും മറ്റു കാര്യങ്ങളൊന്നും പെർഫ്യൂം യൂസ് ചെയ്യത്തില്ല. കാരണം അവർക്ക് നമ്മൾ സ്റ്റാർബക്സിലോട്ട് കയറുമ്പോൾ തന്നെ അവർക്ക് അവരുടേതായ ആ ഫുഡിൻ്റെയും കോഫിയുടെ ഒക്കെ ഒരു സ്മെല്ലുണ്ടായിരിക്കും. അപ്പം അത് നമ്മളെ വേറൊരു ആംബിയൻസിലോട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം വേറൊരു സ്പ്രേയോ പെർഫ്യൂം ഒന്നും തന്നെ അവർ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു ഫുഡിൻ്റെയും കോഫിയുടെ ഒക്കെ സ്മെല്ലായിരിക്കും അവിടെ ഫുള്ളുള്ളത്. പിന്നെ നമ്മൾ അവിടെ ഫുൾ കാമായിരിക്കും. മറ്റൊരു സൗണ്ടോ ഡിസ്റ്റർബോ ഒന്നും കാണത്തില്ല. പിന്നെ ക്ലോക്ക് ഒന്നും അവിടെ യൂസ് ചെയ്തില്ല. കാരണം അത് ടൈം പോകുന്ന അറിയാതിരിക്കാനാണ്. പക്ഷേ അവിടെ നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ നമുക്ക് ടൈം പോകുന്ന അറിയാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾക്ക് ക്ലോക്കൊന്നുമില്ല, അങ്ങനെ ടൈം പോകുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതും അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരെപ്പോഴും ഈ തിരക്കേറിയ സിറ്റികളിലൊക്കെ ആയിരിക്കും കൂടുതലും ഈ സ്റ്റാർബക്സ് തുടങ്ങുന്നത്. ഇപ്പം മാളിലൊക്കെ ആയിരിക്കും അവർ കൂടുതലും സ്റ്റാർബക്സ് ആരംഭിക്കുന്നതൊക്കെ. അപ്പം അത് നമ്മൾ തിരക്കേറിയ ഒരു സ്ഥലത്ത് നിന്നും പെട്ടെന്ന് ഒരു കാമായിട്ടുള്ള സ്ഥലത്തോട്ട് കയറുമ്പോൾ നമുക്ക് എന്താണ് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അത് തരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അത്തരത്തിലൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അവർ ഉപയോഗിക്കാറുണ്ട്. പിന്നെ വേറൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രീ വൈഫൈ എന്നുള്ള കൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത് സ്റ്റാർബക്സ് ആയിരുന്നു. പിന്നീടാണ് ബാക്കി എല്ലാവരും അത് ചെയ്തത്. പക്ഷേ ഫസ്റ്റ് കൊണ്ടുവന്ന സ്റ്റാർബക്സ് ആയിരുന്നു. US ആസ്ഥാനമായുള്ള സ്റ്റാർബക്സിൻ്റെ 1000 കഫേകൾ ഇന്ത്യ തുടങ്ങാൻ ലക്ഷ്യമിട്ടുന്ന ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പം നിലവിൽ രാജ്യത്ത് 70 നഗരങ്ങളിലായി 457 സ്റ്റാർബക്സ് സ്റ്റോറുകളാണ് ഉള്ളത്. ഇപ്പോൾ 2027-28 ഇത് 1000 ഉയർത്താനാണ് ടാറ്റ സ്റ്റാർബക്സ് ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ സ്റ്റാർബക്സ് ശൃംഖല തുടങ്ങാനായി 2011 ജനുവരിയിലാണ് ടാറ്റയും സ്റ്റാർബക്സും സംയുക്ത സംരംഭം പ്രഖ്യാപിക്കുകയും ചെയ്തത്. അപ്പോൾ സംരംഭത്തിൽ ഇരു കൂട്ടർക്കും തുല്യ ഓഹരി പങ്കാളിത്തമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ 2012 ഒക്ടോബറിൽ മുംബൈയിൽ എൻഫിർസ്റ്റോൺ ബിൽഡിങ്ങിലായിരിക്കും ആദ്യ ടാറ്റ സ്റ്റാർബക്സ് സ്റ്റോർ തുടങ്ങുന്നത്.